ഹലോ, അപ്പോൾ ഇന്നൊരു സൺഡേ ഔട്ടിംഗ് വ്ളോഗാണേ. ഞങ്ങൾ പുറത്ത് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ സാധാരണ എല്ലാ വീട്ടിലെ പോലെ തന്നെ കുട്ടികളെ ഒരുക്കാനും റെഡിയാക്കാനാണ് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത്. പിന്നെ എപ്പോൾ പുറത്തു പോകണമെങ്കിലും ഞാൻ ഇതുപോലെ ഒരു ചെറിയ ബാഗിനകത്ത് ഫ്രൂട്ട്സും സ്നാക്സും വെള്ളമൊക്കെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവന്മാരുടെ ഒരുക്കമൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പിള്ളേരെയൊക്കെ ഒരുക്കി ഞാനൊന്ന് ഡ്രസ്സപ്പൊക്കെ ചെയ്തിട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ സമയം നല്ല ലേറ്റായി, 1 മണിയോളം ആയി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ്. ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് വഴിയേ കാണാം കേട്ടോ. ഇവിടെ നിന്ന് ആദ്യമേ പോകുന്നത് എൻ്റെ വീട്ടിലോട്ടാട്ടോ. ഇവിടെ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ മക്കളെ അവിടെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് കൊണ്ടുപോകാത്തതെന്ന് ചോദിക്കരുത്, കാരണം നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഇവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ടാട്ടോ. അപ്പോൾ മക്കളെയൊക്കെ സേഫായിട്ട് എൻ്റെ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടോ. പിന്നെ ഞങ്ങളുടെ കൂടെ വരുന്നതിനേക്കാളും അവർക്ക് ഏറ്റവും സന്തോഷം എൻ്റെ അമ്മയുടെ കൂടെ നിൽക്കാൻ തന്നെയാണ്. ഇനി ഞങ്ങൾ ഒന്ന് എറണാകുളത്തോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പം നല്ല ഒരു 1 മണി സമയം, 1 മണിയല്ല 2 മണിയായി. അപ്പോൾ ലഞ്ച് കഴിക്കണം. ഇനി ലഞ്ച് കഴിച്ചിട്ട് ചെറിയ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അതിനുശേഷം ഞങ്ങൾ ലോക സിനിമയ്ക്ക് വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കായിസിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ ബിരിയാണി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ട്രഡീഷണൽ രീതിയിലുള്ള നല്ലൊരു കൊച്ചി ബിരിയാണി, കൊച്ചി സ്റ്റൈൽ ബിരിയാണി. നമ്മൾ പഴയ കാലത്തൊക്കെ നല്ല ലോങ് റൈസൊക്കെ കിട്ടുന്ന കല്യാണ ബിരിയാണികളൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു ബിരിയാണിയാണ് ഈ കായസിൽ കിട്ടുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 മണി കഴിഞ്ഞതുകൊണ്ട് അവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഈ ഒരു ടൈമിലാകുമ്പോൾ നല്ല റഷാണ്, സൺഡേ അല്ലേ ഇന്ന്. അപ്പോൾ എന്തായാലും അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിയിട്ട് നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഈ മറൈൻ ഡ്രൈവിലുള്ള കുറച്ച് ഹൈഫൈ സെറ്റപ്പിലുള്ള ഫ്ലാറ്റുകളാണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഈ വഴിയിലൂടെയാണ് നമ്മൾ കായസ് ഹോട്ടലിലോട്ട് എത്തുന്നത് കേട്ടോ. അപ്പം പാർക്കിങ്ങിന് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാലും കുഴപ്പമില്ല, വലിയ തിരക്കില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ അകത്തോട്ടൊക്കെ കയറുമ്പോൾ ഈ വെയിറ്റിംഗ് ഏരിയയിലൊക്കെ നിറയെ ആളായിരിക്കും. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടേ അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ച. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരുപാട് ഹൈഫൈ റെസ്റ്റോറൻ്റ് അല്ല, ഒരു പഴയകാല സെറ്റപ്പായിട്ട് ടേബിളും 4 ചെയറൊക്കെ ആയിട്ടുള്ള ഒരു രീതിയാണ്. അപ്പോൾ ഇവിടെ വന്ന ആൾക്കാർ കൂടുതലും ഓർഡർ ചെയ്യുന്നത് ബിരിയാണി തന്നെയാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിലും ചിക്കൻ ബിരിയാണിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്നത്. നല്ല ലോങ് റൈസൊക്കെ ആയിട്ട്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ഒരു പുളിങ്കറി, ഒരു സാലഡ്, അച്ചാർ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തോട്ട് ഇറങ്ങി. ഇനി കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. വേറൊന്നുമല്ല, എനിക്ക് സാരിക്ക് വേണ്ടിയിട്ട് ബ്ലൗസ് ഒന്ന് നോക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ വന്നത് അലമാര, അത് പുളിമോഡൽ സിൽക്സിൻ്റെ തന്നെയാണ്. പിന്നെ എനിക്ക് മൾട്ടി കളർ ആയിട്ടുള്ള ബ്ലൗസാണ് വേണ്ടത്. അപ്പോൾ ഈ കാണുന്നതൊക്കെ ബാന്തിനിയിൽ വരുന്നതാണ്. പിന്നെ ഇപ്പുറത്ത് കാണുന്നതൊക്കെ ബ്രൊക്കേഡ്സ് ആണ്. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി ഇതിനടുത്തുള്ള കല്യാൺ സിൽക്സിലോട്ട് തന്നെ വന്നു. അപ്പോൾ ഈ കാണുന്ന 2 സാരിക്കാട്ടോ എനിക്ക് ബ്ലൗസ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ രണ്ടിനും കൂടി ഒരെണ്ണം കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. ആ ഒരു രീതിയിലാണ് ഞാൻ വന്നത്. അപ്പോൾ ഇവിടെ ഇതെല്ലാം കോട്ടൻ്റെ മെറ്റീരിയൽസ് ആട്ടോ. ഒരു 200-300 റേഞ്ചിൽ വരുന്ന മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഇവിടെയൊക്കെ ഞാനൊന്ന് ചെക്ക് ചെയ്താണ് ഇതിന് പറ്റുന്നുണ്ടോ എന്നുള്ളത്. ഇതൊക്കെ ക്രഷ്ഡ് ടിഷ്യൂ അങ്ങനെയുള്ളതൊക്കെയാണ്. ഇതെല്ലാം ജോർജറ്റും ഷിഫോണൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഒരു 300-400 റേഞ്ചിൽ വരുന്ന തുണികളാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സാരി, ഒരു വൈറ്റിൽ ഇങ്ങനെ മൾട്ടി കളർ വരുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ബ്ലൗസ് ഇതിന് വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് നോക്കിയതിൽ നിന്നും എനിക്ക് ഇതാണ് കുറച്ച് ഒരു മാച്ചിങ് ആയിട്ട് തോന്നിയത്. അപ്പോൾ അത് തന്നെ മുറിക്കാനായിട്ട് കൊടുത്തു. പിന്നെ ഉള്ളതൊരു ബ്ലാക്ക് സാരിയാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബ്ലൗസും കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത് വലിയ കുഴപ്പമില്ലെന്നേ ഉള്ളൂ, പക്ഷേ സാരിയായിട്ട് വെച്ച് നോക്കുമ്പോൾ അത് സെറ്റ് ആവുന്നില്ല. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് വളരെ സപ്പോർട്ടീവ് ആട്ടോ. അവരിങ്ങനെ എല്ലായിടത്തും നിന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ബനാറസിയുടെ മെറ്റീരിയലാണ്. പക്ഷേ അതൊന്നും സെറ്റായിട്ടൊന്നും പോയില്ല. അങ്ങനെ ബ്ലാക്കിന് എടുക്കണ്ട എന്നുള്ള തീരുമാനത്തിലായി. വൈറ്റ് സാരിക്ക് മാത്രം നമ്മൾ നേരത്തെ കണ്ട ആ ഒരു തുണി ഞാൻ മുറിച്ച് വാങ്ങി. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി നേരെ തിയേറ്ററിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ 4 മണിക്കാണ് ഷോ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സമയം കുറച്ചുകൂടി ഉണ്ട്. വിചാരിച്ചതിനേക്കാളും നേരത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് സെൻട്രൽ സ്ക്വയറിലെത്തി. ഇവിടെയാണ് നമ്മൾ ലോഗയ്ക്ക് വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിതുപോലെ നമുക്ക് ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ സീറ്റിൽ തന്നെ കൊണ്ടുതരും.
അപ്പോൾ ഞങ്ങൾ അതിനകത്ത് ഓർഡർ ചെയ്തിട്ടുള്ളത് പോപ്കോൺ തന്നെയാണ്. പോപ്കോൺ നമുക്ക് അപ്പോൾ തന്നെ കയ്യിലോട്ട് കിട്ടും. എന്തെങ്കിലും സ്നാക്സോ അല്ലെങ്കിൽ ഹെവി ആയിട്ടൊക്കെ ഓർഡർ ചെയ്താൽ മാത്രമേ അവർ കൊണ്ടു തരുള്ളൂ. അപ്പോൾ ഞങ്ങൾ എടുത്തത് കാരമലിൻ്റെ പോപ്കോൺ ആട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്, എന്തുകൊണ്ട് അതൊരു ഷോർട്സ് ആയിട്ട് ചെയ്തുകൂടാന്നുള്ളത്. അപ്പോൾ സക്സസ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണേ. അപ്പോൾ ഞങ്ങൾ അകത്തോട്ട് തിയേറ്ററിലോട്ട് കയറുകയാണ്. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഏകദേശം ഒരു രാത്രിയോളമായി. ഇനി വീട്ടിൽ ചെന്നിട്ട് മക്കളെ വിളിച്ചിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീട്ടിലൊക്കെ പോയി ഞങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് ഫുഡൊക്കെ കഴിച്ച് അതിനുശേഷം പിള്ളേരെയൊക്കെ വിളിച്ച് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.